Hello everyone, welcome back to Vijwala 2.0. പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാമിന് വേണ്ടി നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ട ഒരു 25 ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ആണിത്. ഈ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. എവിടേക്കാണ്, എന്താണ് ഉദ്ദേശിക്കുന്നതൊക്കെ, എത്ര മാർക്കിൻ്റെ എന്നൊക്കെ നമ്മൾ പറയുന്നതിൽ പ്രോഗ്രാം ഇൻക്ലൂഡ് അല്ല കേട്ടോ. അതായത് ഈ 25 ക്വസ്റ്റ്യൻസ് ടോട്ടലി തിയറി ക്വസ്റ്റ്യൻസ് ആണ്. പ്രോഗ്രാംസ് ഇല്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതിന് ശേഷം നമ്മളിനി വീഡിയോസ് വരും. 35 മാർക്കിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോഗ്രാമുകൾ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ച, നമ്മൾ മോഡൽ എക്സാമിനൊക്കെ ചോദിച്ച പോലുള്ള പ്രോഗ്രാമുകളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് കേട്ടോ. സോ ഈ 25 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നോക്കുക, ഇല്ലെങ്കിൽ വേഗം പോയിട്ട് പഠിക്കാം. ഏതൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ, ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഇൻ C++. +1 മുതൽ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഇൻ C++? 5 എണ്ണാണുള്ളത്. വോയിഡ്, അതുപോലെ തന്നെ ചാർ, ഇൻറ്റ്, ഫ്ലോട്ട്. ഇതിലെ ഓരോ എന്താ പറയുക, നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴും അതിൻ്റെ മെമ്മറി അലോക്കേഷനും കൂടി പഠിക്കുക കേട്ടോ. ഏതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെ പഠിക്കുക. അതായത് വോയിഡ് നൾ വാല്യൂ ആണെന്നും അതിൽ 0 ബൈറ്റ് ആണ്. അതുപോലെ തന്നെ ചാർ ക്യാരക്ടർ വാല്യൂ ആണ്, 1 ബൈറ്റ് ആണ്. ഇൻറ്റ് എന്ന് പറയുന്നത് 4 ബൈറ്റ് ആണ്. ഫ്ലോട്ട് 4 ബൈറ്റ് ആണ്. ഡബിൾ 8 ബൈറ്റ് ആണ്. സോ ഇങ്ങനെ വേണം നമ്മൾ എന്ത് പഠിക്കാനാണ്, ഇതിൻ്റെ ബൈറ്റും കൂടിയും പഠിക്കാം. ദെൻ പിന്നീട് ഇത് ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ്. അവിടെ നിന്ന് നമ്മൾ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് ജംപ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് വിത്ത് എക്സാമ്പിൾ. എന്താണ് ജംപ് സ്റ്റേറ്റ്മെന്റ് എന്നും അതിൻ്റെ ഏതെങ്കിലും 2 ജംപ് സ്റ്റേറ്റ്മെന്റിന് എക്സാമ്പിളും പറയാം. ജംപ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താ, പ്രോഗ്രാം കൺട്രോളിൽ നിന്ന് പെട്ടെന്ന് ഒന്നിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ജംപ് ചെയ്യുക അല്ലെ. അതിനാണ് ജംപ് സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ. ഇറ്റ് ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് പ്രോഗ്രാം ജംപ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക. ട്രാൻസ്ഫർ ഓഫ് പ്രോഗ്രാം ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്രോഗ്രാം. ഇതിനെയാണ് നമ്മൾ ജംപ് സ്റ്റേറ്റ്മെന്റ് പറയാം. പലതരം ജംപ് സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ബ്രേക്ക് ഉണ്ട്, കണ്ടിന്യൂ ഉണ്ട്, ഗോ ടു ഉണ്ട്, അതുപോലെ ഒരെണ്ണം റിട്ടേണും കൂടി ഉണ്ട് കേട്ടോ. 4 തരം ജംപ് സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്കുള്ളത്. ഓക്കെ. ദെൻ അപ്പോൾ നമ്മൾ ഇതൊക്കെ നമുക്ക് 2 മാർക്ക് 3 മാർക്കിനൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ 2 മാർക്ക് 3 മാർക്ക് ആണെങ്കിൽ പോലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം. കാരണം നമുക്ക് 60 മാർക്സിൽ പ്രോഗ്രാമും കഴിഞ്ഞ് ബാക്കിയുള്ള കുറച്ച് തിയറി ക്വസ്റ്റ്യൻ ഏറ്റവും വലിയ തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ഇനി കമ്പയർ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. നമ്മൾ ഇതിൽ പറഞ്ഞ ബ്രേക്കും അതുപോലെ തന്നെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ 2 ജംപ് സ്റ്റേറ്റ്മെന്റുകളുണ്ട്. അതിനെ കമ്പയർ ചെയ്യാൻ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ലൂപ്പിൽ നിന്ന് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യണമെന്നുള്ളതാണ് ബ്രേക്ക്. പെട്ടെന്ന് നമുക്ക് കൺട്രോളിൽ നിന്ന് പുറത്ത് വരണം, ഇമ്മീഡിയറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ, ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ലൂപ്പിൽ നിന്ന് പോരണമെന്നുണ്ടെങ്കിലാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്. അതായത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് റിമൈനിങ് പാർട്ട് ഓഫ് ദി ലൂപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തേക്ക് പോവാം. ഇവിടെ പെട്ടെന്ന് നമുക്ക് ലൂപ്പ് എൻക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പോവാണ്. പിന്നെ ബ്രേക്ക് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലൂപ്സ് ആസ് വെൽ ആസ് ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്, സ്വിച്ച് സ്റ്റേറ്റ്മെന്റിലൊക്കെ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ഡിസിഷൻ സ്റ്റേറ്റ്മെന്റിലും സ്വിച്ച് സ്റ്റേറ്റ്മെന്റിലൊക്കെ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ലൂപ്പുകളിൽ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഒരു 2 സെന്റൻസുകളൊക്കെ പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിൻ്റെ കമ്പയർ പഠിക്കണം. നെക്സ്റ്റ്, ഹൗ അലോക്കേഷൻ ഓഫ് സ്ട്രിങ് ടേക്ക് പ്ലേസ് ഇൻ മെമ്മറി. എങ്ങനെയാണ് സ്ട്രിങ്ങുകൾ നമ്മൾ മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. സ്ട്രിങ് വാല്യൂസ് അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം സ്ട്രിങ് വാല്യൂസ് എപ്പോൾ നമ്മൾ അലോക്കേറ്റ് ചെയ്യുമ്പോഴും ആ മെമ്മറിയിൽ ഒരെണ്ണം നമുക്ക് 0 വാല്യൂ ആയിട്ട് ഒരു സ്പേസും കൂടി വേണം. ഒരു മെമ്മറി സ്പേസും കൂടി നമ്മൾ അവിടെ 0 പോലെ കാണണം. അപ്പോൾ എത്രത്തോളം, ഇപ്പോൾ 7 സ്ട്രിങ് വാല്യൂസ് ഉണ്ട് എങ്കിൽ അതിൽ 8ാമത്തെ ഒരു മെമ്മറി അലോക്കേഷൻ നമുക്ക് ബ്ലാങ്ക് ആയിട്ട് ഒരു വൈറ്റ് സ്പേസ് അല്ലെങ്കിൽ നള്ളായിട്ട് 0 വാല്യൂ പോലെ ഒരു സ്ട്രിങ് വാല്യൂ കൂടി നമ്മളതിന് കൊടുത്തിരിക്കണം. അങ്ങനെയാണ് സ്ട്രിങ് വാല്യൂസ് അതിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങളോട് എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സ് ആർ സ്റ്റോർഡ് ഇൻ എൻഡ് ഓഫ് സ്ട്രിങ്. എൻഡ് ഓഫ് സ്ട്രിങ്ങിൽ നമ്മൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്യുന്നത് നൾ വാല്യൂ ആയിട്ടാണ് കേട്ടോ. അതാണ് 6 സെന്റൻസ് ആണ് നമുക്കവിടെ ആവശ്യമുള്ളൂ. ദെൻ പിന്നീട് നമുക്ക് ചോദിക്കും മോഡുലർ പ്രോഗ്രാമിംഗ് എന്താണ്, അതിന് മെറിറ്റ് ചോദിക്കാറുണ്ട്. മോഡുലർ പ്രോഗ്രാം എന്ന് വെച്ചാൽ എന്താ, ഒരു വലിയ പ്രോഗ്രാമിനെ ഡിവൈഡ് ഇൻ ടു സ്മോൾ സബ് പ്രോഗ്രാംസ് ദാറ്റ് ക്യാൻ ബി സോൾവ് റൈറ്റിംഗ് സ്പേസ് അല്ലേ. നമുക്ക് വലിയ വലിയ ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലക്സിറ്റിയോ
ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ മാറ്റും. അപ്പോൾ ചെറിയ ചെറിയ സബ് പ്രോഗ്രാംസുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് മോഡുലർ പ്രോഗ്രാമിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സബ് പ്രോഗ്രാമിംഗ് പോലെ ഡിവൈഡ് ചെയ്യുന്നതിനാണ് മോഡുലർ പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ മെറിറ്റ് എന്താ? നമുക്ക് റെഡ്യൂസ് ദ സൈസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ എറേഴ്സ്, ലെസ് ചാൻസ് ഓഫ് എറേഴ്സ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. പിന്നീട് നമുക്ക് കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കോംപ്ലക്സിറ്റി നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ദെൻ റീയൂസബിലിറ്റി, ഒന്നും കൂടി നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന പ്രോഗ്രാം. അപ്പോൾ വലിയ പ്രോഗ്രാമിനെ സബ് പ്രോഗ്രാമുകളാക്കി മാറ്റുന്നതിനാണ് മോഡുലർ പ്രോഗ്രാമിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നത്. പിന്നെ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് ഡിഫറൻസ് പഠിക്കാനുണ്ട് കേട്ടോ. ചെറുതാണല്ലോ. അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഇപ്പോൾ കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് മെത്തേഡ്, അതുപോലെ സ്റ്റാറ്റിക് വെബ് പേജ്, ഡൈനാമിക് വെബ് പേജ്, ക്ലയൻറ്റ് സൈഡ്, സെർവർ സൈഡ്, അതുപോലെ തന്നെ ബ്രേക്ക്, കണ്ടിന്യൂ, ജംപ് സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് ഡിഫറൻസുകൾ, കുഞ്ഞു ഡിഫറൻസുകളായാലും 2 മാർക്കിന് വരാറുണ്ട്. കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റെഫ് മെത്തേഡും നമ്മൾ ഡിഫറൻസ് പഠിക്കാം. കോൾ ബൈ വാല്യൂ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഓർഡിനറി വേരിയബിൾ ആണ് ഫോർമൽ പാരാമീറ്റേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് റെഫറൻസ് വേരിയബിൾ ആണ്. ഇവിടെ നമ്മൾ റെഫറൻസ് വേരിയബിൾസ് ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ഫോർമൽ പാരാമീറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് നമുക്ക് കോൺസ്റ്റന്റ് ആവാം, വേരിയബിൾ ആവാം, അതല്ലെങ്കിൽ എക്സ്പ്രഷൻ ആവാം. അതായത് നമ്മുടെ കോൺസ്റ്റന്റ്. ഇവിടെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് നമുക്ക് ഓൺലി വേരിയബിൾ മാത്രമാണ് ആവാം. അപ്പോൾ 2 വേരിയബിളിനെ കുറിച്ചിട്ട് പഠിച്ചു. അതായത് ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഓർഡിനറി വേരിയബിൾ ആണ്, ഇവിടെ റെഫറൻസ് വേരിയബിൾ ആണ്. ഇവിടെ കോൺസ്റ്റന്റും വേരിയബിളും എക്സ്പ്രഷൻസും ഒക്കെ നമുക്ക് ആരായിട്ട് ഉപയോഗിക്കാം? ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. ഇവിടെ വേരിയബിൾസിന് മാത്രമേ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 2 ഉണ്ടെങ്കിലും നമ്മൾ പഠിച്ചു വയ്ക്കാം. 2 മാർക്കിലേക്കാണ് ചോദിക്കാറ് കേട്ടോ. ദെൻ സ്ട്രിംഗ് ഫങ്ഷൻസ് ഇൻ C++ൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും കുറച്ച് സ്ട്രിംഗ് ഫങ്ഷൻസ് 4-5 എണ്ണം ഉണ്ട്. str len, അതായത് ലെങ്ത് അറിയാനേ, strcpy കോപ്പി ചെയ്യാനേ, strcat അതായത് കോൺകാറ്റിനേറ്റ് ചെയ്യാൻ, 2 എണ്ണം അപ്പെൻഡ് ചെയ്യാൻ വേണ്ടി, ജോയിൻ ചെയ്യാൻ വേണ്ടി strct. ദെൻ strcmpy കമ്പയറിംഗ് വിത്തൗട്ട് ആർഗ്യുമെന്റ്, cmpy. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഈ ഒരു സിമ്പൽ ഇട്ടോട്ടെ, എന്നാണ് സ്ട്രിംഗ് ഫംഗ്ഷൻ ആവുള്ളൂ. ഇതിൻ്റെ ഒക്കെ ഹെഡർ ഫയൽ വയ്ക്കുക. IOStream ആണ് ഇതിൻ്റെ ഹെഡർ ഫയൽ പഠിച്ചോളൂ. എല്ലാത്തിൻ്റെയും ഹെഡർ ഫയലുകൾ പഠിക്കണം കേട്ടോ. ദെൻ അടുത്തത് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും തമ്മിലുള്ള ഡിഫറൻസ്. മിസ് പറഞ്ഞു ഒരുപാട് ഡിഫറൻസ് നമുക്ക് പഠിക്കാനുണ്ടെന്ന്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ കണ്ടന്റും ലേഔട്ട് എല്ലാം ഫിക്സ്ഡ് ആയിരിക്കും. ഇവിടെ കണ്ടന്റ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് ഈസിയാണ് ഡെവലപ്പ് ചെയ്യാൻ. ഇത് റിക്വയർഡ് മോർ, ഇത് ഡിഫിക്കൽട്ടാണെന്ന് എഴുതിയാലും മതി. പിന്നെ ഇവര് യൂസ് ഡാറ്റാബേസ്, മറ്റൊരു ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നില്ല. ഇതൊക്കെ മിസ് ജസ്റ്റ് ലെക്ചർ നോട്ട് പോലെയാണ് പറയുന്നത്. നിങ്ങളത് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ പഠിക്കുക. ഡസ് നോട്ട് യൂസ് ഡാറ്റാബേസ് ഇവർ യൂസ് ചെയ്യുന്നില്ല. ഡിഫറൻസ് പഠിക്കുക. ഇതൊക്കെ നമുക്ക് 2-3 മാർക്കൊക്കെ 3 സെന്റൻസ് പഠിക്കാം. അതേപോലെ അടുത്ത ഡിഫറൻസ് ആണ് ക്ലയന്റ് സൈഡ് വെബ് സെർവർ, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ്. ക്ലയന്റ് സൈഡിൽ എന്താണ്? സ്ക്രിപ്റ്റ് കോപ്പി ടു ക്ലയന്റ് ബ്രൗസറിലേക്ക് നമ്മൾ സ്ക്രിപ്റ്റ് കോപ്പി ചെയ്യുന്നു. ഇവിടെ എന്താണ്? ഇത് വെബ് സെർവറിൽ തന്നെ റിമെയിൻ ചെയ്തിട്ടിരിക്കും. വെബ് സെർവറിൽ ഇവിടെ ക്ലയന്റ് ബ്രൗസറിലാണ് സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ വെബ് സെർവറിലാണ്. ഇവിടെ ക്ലയന്റ് ബ്രൗസറിലാണ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ ക്ലയന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് സെർവർ സൈഡിലാണ്, വെബ് സെർവറിലാണ്. 3 ഡിഫറൻസ് പഠിക്കണം കേട്ടോ. പിന്നെ സ്ക്രിപ്റ്റ്, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് വാലിഡേഷൻ ഓഫ് ഡാറ്റയ്ക്കാണ്. ഇവിടെ നമ്മൾ വാലിഡേഷൻ അല്ല യൂസ് ചെയ്യുന്നത്, റിട്ടേൺ ഫ്രം വെബ് സെർവറിൽ നമുക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യാനും യൂസ് ചെയ്യുന്നു പഠിക്കാം കേട്ടോ. ദെൻ അടുത്ത ഷുവർ ക്വസ്റ്റ്യൻ ആണ് വാല്യൂസ് ഓഫ് ടൈപ്പ് ആട്രിബ്യൂട്ട് ഇൻ ഇൻപുട്ട് ടാഗ്. നമ്മൾ ഇൻപുട്ട് ടാഗ് ഉണ്ട്. ഇൻപുട്ട് ടാഗിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ് ടൈപ്പ് എന്ന് പറയുന്നത്. ആ ടൈപ്പിന്റെ വാല്യൂസ് ആണ് ചോദിക്കുന്നത്. അതായത് ഇതിന്റെ വാല്യൂസ് അല്ലാതെ ആട്രിബ്യൂട്ട്സ് അല്ല ചോദിക്കുന്നത്, വാല്യൂസ്. ടൈപ്പ് ആട്രിബ്യൂട്ടിന്റെ വാല്യൂസ്, അതായത് റീസെറ്റ്, അതുപോലെ ടെക്സ്റ്റ്, പാസ്വേഡ്, ഇതൊക്കെ അതിന്റെ വാല്യൂസ് ആണ് കേട്ടോ. പാസ്വേഡ്, ചെക്ക് ബോക്സ്, റേഡിയോ, ഇതൊക്കെ ഇതിന്റെ വാല്യൂസ് ആണ്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് വാല്യൂസ് കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ടൈപ്പ്, അതായത് ടൈപ്പ് ആട്രിബ്യൂട്ടിന്റെ, ഇൻപുട്ട് ടാഗിന്റെ ടൈപ്പ് ആട്രിബ്യൂട്ടിന്റെ വാല്യൂസ്. റീസെറ്റ്, ടെക്സ്റ്റ്, പാസ്വേഡ്, ചെക്ക് ബോക്സ് ആൻഡ് റേഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് 4 എഴുതി വെക്കാം.
പിന്നീടാണ് ബിൽറ്റിംഗ് ഫംഗ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്ന ബിൽറ്റിംഗ് ഫംഗ്ഷൻസ് ചോദിക്കാറുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏതൊക്കെയാണ്? ടൂലോ ഒരുപാടുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഒരു 4-5 എണ്ണം എന്തായാലും പഠിച്ചു വെക്കാം. അലോട്ട്, ടു ലോവർ, ടു അപ്പർ, അതുപോലെ തന്നെ ഏതാണ് ചാരറ്റ്, ഈസാൽന, ഈസാൽഫ, അതൊക്കെ നമുക്ക് ബിൽറ്റിംഗ് ഫംഗ്ഷൻസ് ആണ്. 5 ബിൽറ്റിംഗ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ്, ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു 3 ഓപ്പറേറ്റേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, സ്ട്രിങ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രിങ് അഡീഷൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. 3 സ്ട്രിങ് അഡീഷണൽ ഓപ്പറേറ്റേഴ്സ് പഠിക്കുക. റിലേഷൻ എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ഈ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, ഡബിൾ ഈക്വൽ ടു, ഇതൊക്കെയാണ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, പ്ലസ്, ഡിവൈഡഡ്, മൈനസ്, ഇൻറ്റു, അങ്ങനെയൊക്കെയുള്ളത്. സ്ട്രിങ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പ്ലസ് സൈൻ ആണ്. നമ്മൾ ഡബിൾ കോട്ട്സിൽ എഴുതുന്ന എല്ലാം സ്ട്രിങ് ആണ്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രിങ് അഡീഷണൽ ഓപ്പറേറ്റേഴ്സ് ഈ പ്ലസ് ആണ് സ്ട്രിങ് അഡീഷണൽ ഓപ്പറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതും പഠിക്കാം. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്. 3 തരം വെബ് ഹോസ്റ്റിംഗ് ആണുള്ളത്. ഷെയർഡ്, ഡെഡിക്കേറ്റഡ്, അതുപോലെ തന്നെ വെർച്വൽ പ്രൈവറ്റ് സെർവർ. 3 ടൈപ്പ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് പഠിച്ചിരിക്കുക കേട്ടോ. ദെൻ DBMS എന്താണ്, അതിൻ്റെ മെറിറ്റ് എന്താണെന്ന് പഠിച്ചിരിക്കുക. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എപ്പോഴും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഒരു ഡാറ്റാബേസിനെ എന്ത് ചെയ്യാൻ പോവാണ്, ക്രിയേറ്റ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക, അതുപോലെ തന്നെ എല്ലാം, അതായത് മോഡിഫൈ ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ. അതിൻ്റെ മെറിറ്റുകൾ, ഒരുപാട് മെറിറ്റുകളുണ്ട്. ഡാറ്റ റിഡൻഡൻസി റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ ക്യാൻ ബി റെഡ്യൂസ്ഡ്. ഡാറ്റ റിഡൻഡൻസി റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു. അതുപോലെ ഡാറ്റ കൺസിസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും ഉണ്ടാവും. സെക്യൂരിറ്റി ഉണ്ടാവും, ഡാറ്റ സെക്യൂരിറ്റി നമുക്ക് ഉണ്ടായിരിക്കും. അതുപോലെ ക്രാഷ് റിക്കവറി, നമുക്ക് എന്തെങ്കിലും ക്രാഷസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. തുടങ്ങിയ ഒരു മെറിറ്റ്, ഒരു 4-5 മെറിറ്റുകൾ പഠിക്കാം. പിന്നെ RDBMS ഉപയോഗിക്കുന്ന കുറച്ച് ഓപ്പറേറ്റേഴ്സ്, ഇത് ഇങ്ങനെയും വരാം, അല്ലെങ്കിൽ RDBMS-ലെ റിലേഷണൽ ആൾജിബ്ര എന്ന് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ RDBMS യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ഓപ്പറേറ്റർ ഉണ്ട്. സെലക്ട്, ഇതാണ് അതിൻ്റെ സിമ്പിൾ. പ്രൊജക്റ്റ് ഉണ്ട്, പ്രൊജക്റ്റ് ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ ഇതാണ്. പിന്നെ സെറ്റ് ഡിഫറൻസ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, യൂണിയന്, ഇൻ്റർസെക്ഷന്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് കേട്ടോ. ദെൻ SQL സെക്ഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടത്, അവിടെ ഷുവറായിട്ട് പഠിക്കേണ്ടത് SQL-ലെ കോൺസ്റ്റൻസ്. ഒരു 5 കോൺസ്റ്റൻസ് ഉണ്ട്. നോട്ട് എന്നുള്ളത് നൾ വാല്യൂ ആവാൻ പാടില്ല. ഓട്ടോ ഇൻക്രിമെൻറ്റ്, അതായത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ തന്നെ ഒരെണ്ണം ഇൻക്രിമെൻറ്റ് ചെയ്ത് വരും. യൂണീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിൻ്റെ യൂണീക്ക് വാല്യൂ ആയിരിക്കണം, അത് പിന്നീട് നമുക്കത് യൂണീക്ക് തന്നെ ആയിരിക്കും പിന്നീട് വരുന്നത്. പ്രൈമറി കീ എന്ന് പറയുന്നത് ഒന്നിന് നമുക്കൊരു കോളത്തിന് നമുക്ക് ടേബിളിൻ്റെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോട്ട് നള്ള്, ഓട്ടോ ഇൻക്രിമെൻറ്റ്, യൂണീക്ക് ആൻഡ് പ്രൈമറി കീ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡീഫോൾട്ട് എന്ന് വെച്ചാൽ നമ്മൾ വാല്യൂ കൊടുത്തില്ലെങ്കിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ അതിൽ തന്നെ വരും. ഓക്കെ. പിന്നെ ഇതിൽ തന്നെ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് ചാറും വാർചാറും തമ്മിലുള്ള ഡിഫറൻസ്. ചാർ എന്ന് പറയുമ്പോൾ ഫിക്സഡ് ലെങ്ത് ആയിരിക്കും. ഓക്കെ. ചാർ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ലെങ്ത് ആണ് ക്യാരക്ടർ ഡാറ്റ ടൈപ്പിൽ ഉണ്ടാവുക. വാർചാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വാരിയബിൾ ലെങ്ത് സ്ട്രിങ് ഉണ്ടായിരിക്കും. അതായത് എത്രത്തോളം നമ്മൾ അതിൻ്റെ വാരിയബിൾ കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ലെങ്ത് സ്ട്രിങ്. ഇത് ചാറ് പോലെയാണ്, പക്ഷേ ഇതിൻ്റെ അലോക്കേഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ സൈസ് ഓഫ് സ്ട്രിങ് അനുസരിച്ചിട്ടാണ്. അതായത് സൈസ് ഓഫ് ദി കോളം അനുസരിച്ചിട്ടല്ല, സ്ട്രിങ്ങിൻ്റെ ലെങ്ത് അനുസരിച്ച്. ഇവിടെ ഫിക്സ്ഡ് ലെങ്ത് ആണ് ചാറിൽ, ഡിഫറെൻ്റ് അല്ല. വാർചാറിൽ വാരിയബിൾ ലെങ്ത്തിൻ്റെ ഇതനുസരിച്ചിട്ടായിരിക്കും. ഓക്കെ. ദെൻ RFID, GPS, ഇതൊക്കെ എന്താണെന്ന് നമ്മളോട് ചോദിക്കും. RFID ടെക്നോളജിനെ കുറിച്ച് നമ്മളോട് ചോദിക്കുക കേട്ടോ. RFID ടെക്നോളജി എന്താണ്, അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ RFID എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ എന്നാണ് ടെക്നോളജിയുടെ പേര്. അതായത് റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ടെക്നോളജി കേട്ടോ. ഐഡൻറ്റിഫിക്കേഷൻ ടെക്നോളജി ഇത് നമ്മൾ മെയിനായിട്ട് ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. ഐഡൻറ്റിഫിക്കേഷൻ ടെക്നോളജി ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിലെ ഒബ്ജക്റ്റുകൾ, ലോജിസ്റ്റിക്സിൽ, ഇപ്പം നമ്മൾ ഷിപ്പാണ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ,
ലോജിസ്റ്റിക്സിലെ എന്തെങ്കിലും ഒബ്ജക്റ്റുകളൊക്കെ ട്രാക്ക് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക, ഡിറ്റക്ട് ചെയ്യുക, അതിന് സോർട്ട് ചെയ്യുക. അതായത് പലതരം ഒബ്ജക്റ്റ് ഉണ്ടാവും ലോജിസ്റ്റിക്കിൽ. അതൊക്കെ ട്രാക്ക് ചെയ്ത് എവിടെയൊന്ന് കണ്ടുപിടിക്കുക, വെള്ളത്തിന്റെ അടിയിൽ, നമ്മുടെ സീഡ് അടിയിൽ. അതിനെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് RFID. ഇവിടെ ഈ ഹാർഡ്വെയറിൽ ഒരു ടാഗും ഒരു റീഡറും ഉണ്ടായിരിക്കും. ആ RFID ടാഗിൽ ഒരുപാട് ട്രാൻസ്മിറ്ററും റെസ്പോണ്ട് ചെയ്യുന്ന റെസ്പോണ്ടേഴ്സും ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ കണ്ടെയ്നറിൽ ഒരു മൈക്രോ ചിപ്പ് ഉണ്ടാവും ഈ ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ മൈക്രോ ചിപ്പ് വഴി നമുക്ക് ഡാറ്റകൾ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ഈ RFID റീഡർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലോജിസ്റ്റിക്കിൽ ഓരോന്നും കണ്ടുപിടിക്കുന്നത്. ഇത് ലോജിസ്റ്റിക്കിലെ ഓപ്പറേഷൻ കൂട്ടാനും അതിനൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആണെന്നൊക്കെ പറഞ്ഞ് എഴുതി വയ്ക്കാം. അപ്പോൾ RFID ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങളോട് എഴുതി വയ്ക്കണം. ദെൻ GPS. GPS GPRS എന്താണെന്ന് ചോദിക്കുന്നത്, നമുക്ക് GPS എല്ലാവർക്കും അറിയാം. എന്താ GPS? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയതാ അല്ലെ. നമുക്ക് എന്തെങ്കിലും പ്ലേസ് ഒന്നും അറിഞ്ഞിട്ടില്ല എങ്കിൽ ഏതെങ്കിലും ടൈപ്പിൽ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് എവിടെയാണെന്ന് നാവിഗേഷൻ ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് GPS എന്ന് പറയുന്നത്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അതിലും നമ്മൾ GPRS യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അതായത് മൊബൈൽ ഡാറ്റ ഓൺ ആയിട്ടുള്ള സർവീസ് ആണ് GPRS. അതിലും എഡ്ജ് എന്ന് പറഞ്ഞുള്ള ഒരു ഗ്ലോബൽ മൊബൈൽ ടെക്നോളജിയും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. എഡ്ജും GPSും ഒരുമിച്ച് പഠിക്കാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആണ് സൈബർ ക്രൈംസ് എഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ ആൻഡ് ഗവൺമെന്റ്. ഇൻഡിവിജ്വലിനെതിരെ ഗവൺമെന്റിനെതിരെയുള്ള കുറച്ച് സൈബർ ക്രൈംസുകൾ. സൈബർ ക്രൈംസ് ഇൻഡിവിജ്വലിനെതിരെ നമുക്ക് നന്നായി ഐഡന്റിറ്റി തെഫ്റ്റ് അല്ലെങ്കിൽ ഹാക്കിങ്, നമുക്ക് ഒരാളുടെ ഐഡന്റിറ്റി യൂസ് ചെയ്ത് വെക്കുക എന്നിട്ട് മറ്റുള്ളവരെ ഹാക്ക് ചെയ്യുക, അതുപോലെ ഹരാസ്മെന്റ് ഒക്കെ നമുക്ക് ഇൻഡിവിജ്വലിലേക്ക് പോവാം. ഗവൺമെന്റിൽ നമുക്ക് ടെററിസത്തിന് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഗവൺമെന്റിൽ മെയിൻ ആയിട്ട് വരുന്ന ഇഷ്യൂ. അപ്പോൾ ടെററിസം, അതുപോലെ തന്നെ മൊബൈൽ വെബ്സൈറ്റുകൾ, മൊബൈൽ യൂസ് ചെയ്ത് ഗവൺമെന്റ് വെബ്സൈറ്റ് എല്ലാം ഹാക്ക് ചെയ്യുക, അങ്ങനെ തുടങ്ങിയ ഒരു ഏതെങ്കിലും ഒരെണ്ണം സൈബർ ഫോറൻസിക്സ് അല്ല, ഗവൺമെന്റിന്റെ തന്നെ ഏതെങ്കിലും 2 സൈബർ ക്രൈംസുകൾ പഠിച്ചു വയ്ക്കുക. ദെൻ CMS എന്താണ്? CMS എന്ന് വെച്ചാൽ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. ചിലപ്പോൾ CMS മാത്രമായിട്ടും അല്ലെങ്കിൽ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്താണ് നമുക്ക് സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരാൾക്ക് വെബ്സൈറ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല എങ്കിൽ, അതായത് നമുക്കൊരു പ്രത്യേകിച്ച് വെബ്സൈറ്റുകളൊന്നും ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല എങ്കിൽ ഈ CMS സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും, ഇപ്പോൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാനും അതുപോലെ അഡ്മിനിസ്ട്രേഷൻ നടത്താനൊക്കെ പറ്റും വിത്തൗട്ട് എനി ലാംഗ്വേജ് എക്സ്പീരിയൻസ്. നമുക്ക് ഒരു ലാംഗ്വേജ് എക്സ്പീരിയൻസും യൂസ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം, പബ്ലിഷ് ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റും. അതിൽ ഈസി വേ ടു ഡിസൈൻ, മാനേജ്, അട്രാക്റ്റീവ്. ഇതൊരു ഈസി വേ ആയിട്ട് നമുക്ക് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു സോഫ്റ്റ്വെയർ ആണ്. ഇവിടെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് CMS സോഫ്റ്റ്വെയറിന്റെ പേര് പഠിച്ചു വയ്ക്കാം കേട്ടോ. നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങോ അല്ലെങ്കിൽ ഓഡ് വൈൻ ഔട്ടോ 1 മാർക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. വേഡ്പ്രസ്, ട്രൂപ്പൽ, ജൂംല, ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന CMSകൾ. ദെൻ ടേബിൾ ടാഗിൻ്റെ ആട്രിബ്യൂട്ട്, ബോർഡർ കൊടുക്കാം, അതുപോലെ തന്നെ അലൈന് കൊടുക്കാം. അലൈന്, ബോർഡർ, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേബിൾ ടാഗിൻ്റെ ഒരു 4-5 എണ്ണം പഠിച്ചു വയ്ക്കുക കേട്ടോ. ടേബിൾ ടാഗിൻ്റെ ആട്രിബ്യൂട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 4-5 ആട്രിബ്യൂട്ടുകൾ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ. ബോർഡർ തിക്നെസ് കൊടുക്കാനാണ് നമ്മൾ ബോർഡർ യൂസ് ചെയ്യുന്നത് കേട്ടോ. ബോർഡർ കൊടുക്കാം. അതുപോലെ തന്നെ അലൈൻമെൻറ്റ്, എവിടെ സൈഡിൽ വേണോ, ലെഫ്റ്റിൽ വേണോ, സെൻറ്ററിൽ വേണോ, അങ്ങനെയുള്ളതാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്ന അലൈൻമെൻറ്റ് നമ്മൾ. അപ്പോൾ അലൈന്, അതുപോലെ തന്നെ ബോർഡർ, BG കളറ്, അതായത് കളർ കൊടുക്കാനായിട്ട് ബാക്ക്ഗ്രൗണ്ട്, ഇഷ്ടമുള്ളത് നമുക്ക് കൊടുക്കാം കേട്ടോ. ഒരു കുറച്ച് ആട്രിബ്യൂട്ട്സുകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കാം. ദെൻ ഫ്രെയിംസ് ടാഗിൻ്റെ യൂസ് എന്താണെന്ന് ചോദിക്കും. അതായത് വെബ്സൈറ്റിനെ നമുക്ക് ഫ്രെയിമുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ, അതായത് ഡിവൈഡഡ് ഇൻ ടു ഓർ മോർ സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്ത് 2-3 വിൻഡോ പോലെ കാണിക്കുന്നതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്രെയിം സെറ്റ് ടാഗ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ആട്രിബ്യൂട്ടുകൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. റോസ് ഓർ കോൾസ് ഒക്കെ പറഞ്ഞിട്ട് കുറച്ച് ആട്രിബ്യൂട്ട്സുകളുണ്ട്, അത് പഠിച്ചു വയ്ക്കാം. ദെൻ ഹൈപ്പർ ലിങ്ക് എങ്ങനെയാണ് HTML കൊടുക്കുക? ആങ്കർ ടാഗ് യൂസ് ചെയ്തിട്ടാണ് ഹൈപ്പർ ലിങ്ക് കൊടുക്കുക. ഹൈപ്പർ ലിങ്കിന് href യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ലിങ്ക് കണക്ട് ചെയ്യാൻ പറ്റും. അത് ഇന്റേണൽ ഫയലായിട്ടും എക്സ്റ്റേണൽ ഫയലായിട്ടും ഒക്കെ നമുക്ക് ഹൈപ്പർ ലിങ്ക് കൊടുക്കാനായിട്ട് പറ്റും എന്നൊക്കെ കാണിക്കുക കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേണം അവിടെ എഴുതാനായിട്ട്.
പിന്നെ ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട് തന്നെ ഇതേപോലെ ഇഷ്ടമുള്ള ബോഡി ടാഗിൻ്റെ PG കളറാ, ബാക്ക്ഗ്രൗണ്ട് കളറാ, അലൈനൊക്കെ നമുക്ക് ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഈ ഒരു പാഠത്തിൽ കുറച്ച് ആട്രിബ്യൂട്ട്സുകൾ തന്നെ മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. അതായത് മാർക്യൂ ടാഗ്, ബോഡി ടാഗ്, ടേബിൾ ടാഗ്, ഇതൊക്കെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ടാഗുകളാണ്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ മിസ്സ് പറഞ്ഞിരിക്കുന്നത് കുറച്ചിപ്പോൾ പറഞ്ഞത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു 25 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ആയിട്ട് പഠിക്കാം. ഇതിൻ്റെ PDF വെച്ചിട്ടുള്ള വീഡിയോ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് വൈസ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വേഗം പോയിട്ട് റെഫർ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞവർ അടുത്ത ടോപ്പിക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ 25 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത പാടില്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക്